മിഡിൽ ഈസ്റ്റിലുണ്ടായ അടിയന്തര സുരക്ഷാ സാഹചര്യങ്ങൾ മുൻനിർത്തി വ്യോമയാന മേഖലയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ താൽക്കാലികമായി വ്യോമപാതകൾ അടച്ചതോടെ വിമാന സർവീസുകളിൽ വൻ വ്യതിയാനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മേഖലയിലെ സൈനിക നീക്കങ്ങളും മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളും കണക്കിലെടുത്താണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി എയർലൈൻ കമ്പനികൾ സർവീസുകളിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ നാട്ടിലേക്ക് പോകാനും തിരികെ ഗൾഫിലേക്ക് മടങ്ങാനും ടിക്കറ്റ് എടുത്ത നിരവധി മലയാളി പ്രവാസികൾ ദുരിതത്തിലായി. നിലവിൽ കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലും ബഹ്റൈൻ വിമാനത്താവളത്തിലും മേഖലയിലെ സാഹചര്യം കണക്കിലെടുത്ത് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വ്യോമാതിർത്തി അടയ്ക്കുകയോ വിമാന സർവീസുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റു അന്താരാഷ്ട്ര എയർലൈനുകളും ഈ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായാണ് വിവരം. സുരക്ഷ പൂർണ്ണമായി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഇനി സർവീസുകൾ സാധാരണ നിലയിലാകൂ എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ വിമാനത്താവളങ്ങളായ ദുബായ്, അബുദാബി, ഷാർജ എന്നിവ നിലവിൽ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എമിറേറ്റ്സ്, എത്തിഹാദ്, ഫ്ലൈ ദുബായ് തുടങ്ങിയ UAE എയർലൈനുകളും മറ്റു രാജ്യങ്ങളിലേക്ക് സർവീസുകൾ നടത്തുന്നുണ്ട്. എന്നാൽ ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ UAE എയർലൈനുകളും റദ്ദാക്കിയിട്ടുണ്ട്. അതിനാൽ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നവർ പുതിയ അറിയിപ്പുകൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. എത്തിഹാദ് എയർവേസ് അബുദാബിയിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള സർവീസുകൾ ജൂലൈ 24 വെള്ളിയാഴ്ച വരെ റദ്ദാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ബഹ്റൈനിലേക്കുള്ള വിമാനങ്ങൾ ജൂലൈ 23 വ്യാഴാഴ്ച വരെയും റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം ബഹ്റൈനിലേക്ക് പുറപ്പെട്ട ഒരു എത്തിഹാദ് വിമാനം അബുദാബിയിലേക്ക് തന്നെ തിരിച്ചയച്ചു. ദുബായിൽ നിന്നുള്ള കുവൈറ്റ് വിമാന സർവീസുകൾ എമിറേറ്റ്സ് ഇന്ന് വരെ റദ്ദാക്കിയിട്ടുണ്ട്. ബഹ്റൈൻ വിമാനത്താവളത്തിനും നാവിഗേഷൻ സംവിധാനങ്ങൾക്കും നേരെ തുടർച്ചയായി ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ശനിയാഴ്ച മുതൽ ബഹ്റൈനിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയത്. ദുബായിൽ നിന്നുള്ള ഫ്ലൈ ദുബായ് വിമാനങ്ങളും ഇന്നലെയും ഇന്നും റദ്ദാക്കിയിട്ടുണ്ട്. എന്നാൽ FEZ063 ഫ്ലൈ ദുബായ് വിമാനം സാധാരണ പോലെ തന്നെ സർവീസ് നടത്തും. അബുദാബിയിൽ നിന്നുള്ള 3L020 വിമാനവും ഷാർജയിൽ നിന്നുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. എന്നാൽ ചില സർവീസുകൾ ചെറിയ സമയവ്യത്യാസത്തോടെ സർവീസ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ഷാർജയിൽ നിന്ന് ദോഹയിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചില ദോഹ വിമാനങ്ങൾ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട്. അതേസമയം അടച്ചിട്ട വ്യോമപാതകൾ ഒഴിവാക്കി സുരക്ഷിതമായ മറ്റു വഴികളിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നതിനാൽ ചില വിമാനങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധാരണയേക്കാൾ കൂടുതൽ സമയം വേണ്ടിവരും. ഇതിനാൽ സമയക്രമത്തിലും വൻ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.